പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഉടനടി വാർത്ത നിൽക്കുന്നത് റാന്നി ബൈപ്പാസിൽ ഇതുവഴി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചെട്ടിമുക്ക് സ്ഥലമാണ് കേട്ടോ. വലിയകാവ് റൂട്ടുണ്ട്, പിന്നെ വൃന്ദാവനം റൂട്ട്, ചുങ്കപ്പാറ പെരുമ്പെട്ടി റൂട്ടുണ്ട്. ഇതെല്ലാം ഈ ബൈപ്പാസിലെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത് നിങ്ങൾ വ്യക്തമായിട്ട് നോക്കണം കേട്ടോ. ആ ടാറിങ് റോഡ് ഒഴിച്ച് ബാക്കിയുള്ള ഭാഗം മണ്ണിട്ട് നിരത്തിയതായിരുന്നു കേട്ടോ. കഴിഞ്ഞ ഒരു 6 മാസത്തിന് മുമ്പ് കുറേശ്ശെ രാത്രി കാലങ്ങളിലും പകൽ സമയങ്ങളിലും മണ്ണിട്ടടിച്ചടിച്ച് നിരപ്പാക്കി ഇതേ പരുവാക്കി. മനസ്സിലായല്ലോ? ഇതെല്ലാം ഒരു സ്വകാര്യ വ്യക്തിയുടെ പുരയിടങ്ങളാണ്, ഇതൊക്കെ വയലുകളാണ്. മനസ്സിലായല്ലോ? ഇതെല്ലാം വെള്ളം കയറി കിടന്നായിരുന്നു ഒരു കാലത്ത്. ഇതെല്ലാം വയലുകളായിരുന്നു. ഇതിന് തൊട്ടപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഒരു സ്കൂളുണ്ട് കേട്ടോ, വലിയ സ്കൂളാണ്, റാന്നിയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് സ്കൂളാണ്. ആ സ്കൂൾ ഒരാഴ്ചയായിട്ട് അടഞ്ഞു കിടക്കുക. കാരണം ആ സ്കൂളിൻ്റെ പരിസരമെല്ലാം വെള്ളപ്പൊക്കം വെള്ളമായിട്ട് കിടക്കുന്നു. കുട്ടികൾക്കോ അല്ലെങ്കിൽ വാഹനങ്ങൾക്ക് പോലും, അവിടുത്തെ സ്കൂൾ ബസ്സുകൾക്ക് പോലും എടുക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയാണ്. അപ്പം ഇവിടെ ജനങ്ങൾ ആരും മിണ്ടത്തില്ലെന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങൾ വ്യാപാരികൾ മിണ്ടത്തില്ല, രാഷ്ട്രീയ പാർട്ടികളും മിണ്ടത്തില്ല. ഇത്തരം കാര്യങ്ങളിൽ വ്യക്തിബന്ധങ്ങൾ വലുതാണ്. അതുപോലെ തന്നെ റാന്നി, പഴവങ്ങാടി, അതുപോലെ തന്നെ അങ്ങാടി പഞ്ചായത്തുകൾ ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് റാന്നി. മനസ്സിലായില്ലേ? ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിന് മണൽ ഒരു പ്രശ്നമാണ്, മണ്ണ് മൂടി കിടക്കുന്ന ഒരു പ്രശ്നമാണ്. പക്ഷെ അതുപോലെ തന്നെ പ്രശ്നമാണ് റോഡിൻ്റെ വീതിയില്ലായ്മയും അനധികൃത കെട്ടിട നിർമ്മാണവും. ഞാൻ ഈ കാണുന്ന നിങ്ങൾ ഇവിടെ നിന്ന് റാന്നി വരുന്നവർക്ക് മനസ്സിലാകും. ഇതിൻ്റെ തൊട്ടപ്പുറത്തെല്ലാം മണ്ണിട്ട് നിരത്തിയിരിക്കുക. വ്യാപകമായിട്ടുള്ള മണ്ണ് നിരത്തിലാണ് മണ്ണ്. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പത്തനംതിട്ട ജില്ലയിൽ നിന്നല്ല, കേരളത്തിലുടനീളം മണ്ണ് മാഫിയ തഴച്ച് വളരുകയാണ്. കാരണം ഇതെല്ലാം ഫ്ലോട്ട് നിർമ്മിക്കുന്നതെന്നും പറഞ്ഞ് പെർമിറ്റ് എടുത്തുകൊണ്ടാണ് മണ്ണ് കൊണ്ട് തട്ടുന്നത്. അപ്പം അത് ഏറ്റവും വലിയ പ്രശ്നമാണ്. മനസ്സിലല്ലേ? ഇപ്പം വെള്ളത്തിന് തരുന്നൊരു വിഷയമല്ല. വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ ഇപ്പം പമ്പയാറ്റിൽ നിന്ന് വരുന്ന വെള്ളം കയറി ഇറങ്ങുന്ന ഏതൊക്കെ രീതിയിൽ പോകാൻ പറ്റുമോ ആ രീതിയിൽ കയറി ഇറങ്ങും. നമുക്കറിയാം, പമ്പയാറ് അതായത് പെരുമ്പുഴ പാലം, റാന്നിയുടെ പെരുമ്പുഴ പാലം സ്ഥിതി ചെയ്യുന്ന ഉയരത്തിലാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പാലത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ ചെത്താങ്കര വരെ ഏതാണ്ട് 1 കിലോമീറ്റർ ഉണ്ട് റാന്നി ടൗണിൻ്റെ ഭാഗത്താഴ്ന്ന പ്രദേശത്താണ്. അപ്പോൾ ഇതിനിടയ്ക്ക് നല്ലൊരു തോടുണ്ട്. ആ തോടിൻ്റെ വലിപ്പം ഇന്ന് ചുരുങ്ങി കെട്ടിടങ്ങളുടെ നിർമ്മാണവും അനധികൃത മതിൽക്കെട്ടും അനധികൃത നിർമ്മാണവും എല്ലാം കാരണം ഇന്ന് അത് ഒരു പരുവമായി. വീതി റോഡിനില്ല. അതുപോലെ വയലുകൾ, ഞാൻ ഈ കാണുന്ന നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എല്ലാം വയലുകളായി വെള്ളം കയറി കിടക്കുന്ന സ്ഥലമായിരുന്നു. വലിയ നാശനഷ്ടമൊന്നും ഉണ്ടായില്ല. ഇട്ടിയപ്പാറയിലോട്ട് കൂടുതലായിട്ട് വെള്ളം ടൗണിലേക്ക് കയറത്തില്ലായിരുന്നു. മനസ്സിലായില്ല? ഇപ്പം അതല്ല. ഇപ്പം കഴിഞ്ഞ 3-4-5 വർഷമായിട്ട് തുടർച്ചയായിട്ടുണ്ടാകുന്ന വെള്ളപ്പൊക്കം കാരണം ടൗണിലെ കടകളിൽ വ്യാപകമായിട്ട് വെള്ളം കയറുകയാണ്. അപ്പോൾ അതിൻ്റെ കാരണത്തെപ്പറ്റി പഠിക്കാൻ കഴിഞ്ഞ 2018 മുതൽ അന്നത്തെ ഭരണക്കാർ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു ചുക്കും സംഭവിച്ചില്ല എന്നുള്ളതാണ്. ഓരോ മഴക്കാലം വരുമ്പോഴും ഓരോ വെള്ളപ്പൊക്കം വരുമ്പോഴും ഇതേപ്പറ്റി പ്രസ്താവന നടത്തുന്നല്ലാതെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തൊന്നും നടന്നില്ല. ഒരു ചുക്കും റാന്നി നടന്നിട്ടില്ല. മനസ്സിലായല്ലോ? അപ്പോൾ അതിനനുസരിച്ച് റാന്നിയിലെ വ്യാപാരികളുടെ നഷ്ടം കൂടുന്നു. വീട്ടുകാരുടെ വീട്ടിൽ വെള്ളം കയറുന്നു. നിരവധി സ്ഥാപനങ്ങളിൽ വെള്ളം കയറുന്നു. ഇതെല്ലാം മനുഷ്യൻ കണ്ടു മടുക്കുകയാണ്. മനസ്സിലായില്ല? ഇത്തരം കാര്യങ്ങളിൽ സർക്കാർ സമഗ്ര അന്വേഷണം നടത്തണം. ഒരു വീട്ടുവീഴ്ചയും കയ്യേറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം. അതിൽ കൂട്ടു നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും കർശന നടപടി എടുക്കണം. നമുക്കറിയാം, ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞ 10 വർഷം കാണിച്ച അലംഭാവമാണ് ഈ പത്തനംതിട്ട ഏരിയയിലും പത്തനംതിട്ടയിലും മണ്ണ് മാഫിയ വളരാനും പാറ മാഫിയ വളരാനും പ്രധാനപ്പെട്ട കാരണമെന്ന് UDF സർക്കാർ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി, ജിയോളജിക്കൽ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് അറിയണമെന്ന് കൂടി ഉടനടി വാർത്ത പറയുകയാണ്. കാരണം അത്തരം കയ്യേറ്റങ്ങളും അത്തരം മണ്ണ് മാഫിയയുമായിരുന്നു ഈ പത്തനംതിട്ട ജില്ലയിലും കേരളത്തിലുടനീളം. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമുക്ക് മലപ്പുറത്ത് പോലും കണ്ടത്. ഇത്തരക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം. അംഗീകാരമില്ലാത്ത പാറമടകൾ, അംഗീകാരമില്ലാത്ത മണ്ണെടുക്കുന്നത്, മലയിടിച്ച് മണ്ണെടുക്കുന്നത്, ഇതെല്ലാം ചിലർ പറയുന്ന ഫ്ലോട്ട് നിർമ്മാണമാണ്, വീട് നിർമ്മിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ ആ ഫ്ലോട്ട് നിർമ്മിക്കാൻ വേണ്ടി എടുക്കുന്ന മണ്ണ് ഇന്നും ഈ വിധിയുടെ വെലുമൃഗം പോലെ നിൽക്കുകയാണ്. കാരണം അവിടെ ഒരു ഫ്ലോട്ട് ഇങ്ങനെ തിരിച്ചിട്ടേക്കും. മണ്ണെടുത്ത് മാറ്റാൻ വേണ്ടിയുള്ള തന്ത്രമാണ് മണ്ണ് മാഫിയ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഉടനടി വാർത്തയ്ക്ക് പറയാനുള്ളത്. ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം. ഓക്കെ, നിങ്ങളെല്ലാവരും, ഇത് ഞാൻ ജനത്തിൻ്റെ പക്ഷത്തു നിന്നുകൊണ്ട് പറയുന്നത്. ഇത് ജനങ്ങൾക്കറിയാം. ജനങ്ങൾ മിണ്ടില്ല. വരുന്നത് അനുഭവിക്കുന്നത് നമ്മളാണ് കേട്ടോ. നഷ്ടം സഹിക്കുന്നത് നമ്മളാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. ഓക്കെ, അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.